മോളിവുഡിലെ തന്റെ റെക്കോർഡുകളെല്ലാം സ്വയം തിരുത്തിക്കുറിക്കുന്നതിലൂടെ ഇൻഡസ്ട്രിയുടെ മുഖമായി മാറിയ താരമാണ് മോഹൻലാൽ. നടനായും താരമായും മലയാള സിനിമയുടെ സിംഹാസനം സ്വന്തമാക്കിയ മോഹൻലാൽ കൈപ്പിടിയിലൊരുങ്ങാത്ത റിലീസ് റെക്കോർഡുകൾ ബാക്കിയില്ല. പുത്തൻ റിലീസിനൊപ്പം റീ റിലീസ് റെക്കോർഡിലും മോഹൻലാൽ അപ്രമാദിത്യമാണ്. മലയാളത്തിൽ ഇതുവരെ റിലീസ് ചെയ്ത ചിത്രങ്ങളിലെ ടോപ്പ് 5 കളക്ഷൻ മോഹൻലാലിന്റെ പേരിലാണ്. ദേവദൂതനാണ് റീ റിലീസിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ മലയാള ചിത്രം. 5.94 കോടിയാണ് ചിത്രം രണ്ടാം വരവിൽ നേടിയത്. രണ്ടാം സ്ഥാനത്ത് സ്ഫടികവും മൂന്നാം സ്ഥാനത്ത് മണിച്ചിത്രത്താഴവുമാണ്. എന്നാൽ ഈ വർഷം റീ റിലീസിന്റെ കാര്യത്തിൽ മോഹൻലാലിന് അടിതെറ്റിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ തിയേറ്ററിലെത്തിയ ദൃശ്യം 2 ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ആദ്യമായി ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന എന്ന ടാഗ് ലൈനെത്തിയ ചിത്രത്തിന്റെ പല ഷോസും രണ്ടാം ദിനം തന്നെ ക്യാൻസൽ ചെയ്തു. വെറും 5 ലക്ഷം മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത്. ഈ വർഷം മോഹൻലാലിന്റെ മൂന്നാമത്തെ റീ റിലീസ് പരാജയമാണ് ദൃശ്യം 2. ജനുവരിയിൽ തിയേറ്ററിലെത്തിയ റൺ ബേബി റൺ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ കടന്നുപോയി. പിന്നാലെ ഉദയനാണ് റീ റിലീസ് ചെയ്തുമെന്ന് അറിയിച്ചെങ്കിലും അവസാന നിമിഷം ഷോയെല്ലാം ക്യാൻസലാക്കിയിരുന്നു. ഇപ്പോഴിതാ ദൃശ്യം 2വും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കോവിഡ് കാലത്ത് നേരിട്ട് OTTയിലെത്തിയ ദൃശ്യം 2 ഭാഷാതിർത്തിയിൽ കടന്ന് ചർച്ചാ വിഷയമായിരുന്നു. അവസാനത്തെ അരമണിക്കൂർ ട്വിസ്റ്റ് കൊണ്ട് ചിത്രം ഗംഭീരമായിരുന്നുവെങ്കിലും ആദ്യ പകുതിയിലെ മേക്കിംഗ് വിമർശിക്കപ്പെട്ടിരുന്നു. സീരിയൽ ലെവൽ മേക്കിംഗാണ് ചിത്രത്തിൻ്റെതെന്ന് പലരും വിമർശിക്കപ്പെട്ടു. സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെ അമച്ചർ പ്രകടനം വിമർശനത്തിന് വിധേയമായി. ദൃശ്യം 2ന്റെ റിലീസ് ഒരു ചലനം ഉണ്ടാക്കിയില്ലെങ്കിലും ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം വൻ ഹിറ്റാകുമെന്നും പലരുടെയും പ്രതീക്ഷിച്ച രണ്ടാം ഭാഗത്തിൽ കേട്ട വിമർശനങ്ങളെല്ലാം ജിത്തു ജോസഫ് മറികടക്കുമെന്നാണ് ആരാധകർ കരുതുന്നതും. എന്നാൽ മോഹൻലാലിന്റെ മറ്റു ചില സിനിമകളും റിലീസിന് ഒരുങ്ങുന്നുണ്ട്. ഹലോ 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 2020 തുടങ്ങിയ ചിത്രങ്ങളാണ് ഇതിൽ പ്രധാനം.